ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 18 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രജ്നേഷ് ഗുണേശ്വരൻ അനൗൺസസ് റിട്ടയർമെൻറ്റ് ഫ്രം പ്രൊഫഷണൽ ടെന്നീസ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ബ്രോൺസ് മെഡൽ വിന്നറായ പ്രജ്നേഷ് ഗുണേശ്വരനാണ് പ്രൊഫഷണൽ ടെന്നീസ് എന്ന് റിട്ടയർ ചെയ്യാനുള്ള റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 35 വയസ്സാണ്. സിംഗിൾസ് ഇന്ത്യൻ ഈ ഒരു 35 വയസ്സായ ഇന്ത്യൻ ബ്രോൺസ് മെഡലാണ് 2018 ജക്കാർട്ട ഏഷ്യൻ ഗെയിംസിൽ നേടിയത്. ഹിസ് ഹയസ്റ്റ് ഡബിൾസ് റാങ്കിങ്സ് വാസ് 248 ആണ് ഹയസ്റ്റ് ഡബിൾസ് റാങ്കിങ്. 2018 അത് അറ്റൈൻ ചെയ്തത്. ഗുണേശ്വരൻ ഓൾസോ കംപ്ലീറ്റഡ് ഇൻ ഓൾ 4 ഗ്രാൻഡ് സ്ലാംസ്, ബോവിങ് ഔട്ട് ഇൻ ഓപ്പണിംഗ് റൗണ്ട് ഇൻ ഓൾ ഇൻസ്റ്റൻസസ്. അപ്പോൾ എല്ലാ ഗ്രാൻഡ് സ്ലാംസിലും 4 ഗ്രാൻഡ് സ്ലാംസും കളിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മെമ്മോറാൻഡം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ സൈൻഡ് വിത്ത് ഗവൺമെൻറ് ഓഫ് ജപ്പാൻ ഫോർ കോ ഡെവലപ്മെൻറ്റ് ഓഫ് യൂണിക്കോൺ മാസ്ക് ഫോർ ദ ഇന്ത്യൻ നേവി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. എ മെമ്മോറാൻഡം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ വാസ് സൈൻഡ് അറ്റ് ദ എംബസി ഓഫ് ഇന്ത്യ, ടോക്കിയോ, on 15th November 2024 between Government of India and Government of Japan for the co-development of unicorn mast for fitment on board ships of the Indian Navy. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് സൈൻ ചെയ്തത് എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ മെമ്മോറാൻഡം ഓഫ് ഇംപ്ലിമെൻറ്റേഷനാണ് സൈൻ ചെയ്തത് ഇന്ത്യൻ എംബസിയിൽ വെച്ചിട്ട്, ടോക്കിയോയിലത്തെ ഇന്ത്യൻ എംബസിയിൽ വെച്ചിട്ട്. 15th നവംബറിനാണ് അത് സൈൻ ചെയ്ത് നടന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ജപ്പാനും കൂടിയിട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് യൂണിക്കോൺ മാസ്റ്റ് ഫോർ ഫിറ്റ്മെൻറ്റ് ഓൺ ബോർഡ് ഷിപ്സ് ഓഫ് ദ ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ ഷിപ്സ് ഫിറ്റ്മെൻറ്റ് ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടി, യൂണിക്കോൺ മാസ്റ്റർ ഫോർ ഫിറ്റ്മെൻറ്റ് ഓൺ ബോർഡ് ഷിപ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ യൂണിഫൈഡ് കോംപ്ലക്സ് റേഷ്യോ ആൻറ്റന ഈസ് എ മാസ്റ്റ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം that will help improve the stealth characteristics of the naval platform. അപ്പോൾ നേവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ജസ്റ്റ് എ സെക്കൻഡ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NVIDIA and SoftBank unveil world's first AI-driven 5G telecom network. അപ്പോൾ NVIDIA എന്ന് പറയുന്ന ഈ ഗ്രാഫിക്സ് കാർഡ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഫേമാണ്. അപ്പോൾ NVIDIയും അതുപോലെ സോഫ്റ്റ് ബാങ്കും കൂടിയിട്ട് വേൾഡ്സ് ഫസ്റ്റ് AI ഡ്രിവൺ 5G ടെലികോം നെറ്റ്വർക്ക് അൺവെയിൽ ചെയ്തു, ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. NVIDIA ആൻഡ് സോഫ്റ്റ് ബാങ്ക് കോർപ്പറേഷൻ ഡിക്ലെയർഡ് ദ ലോഞ്ച് ഓഫ് ദ വേൾഡ്സ് ഫസ്റ്റ് ടെലികോം നെറ്റ്വർക്ക് കേപ്പബിൾ ഓഫ് റണ്ണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് 5G ടാസ്ക്സ് സൈമൾട്ടേനിയസ്ലി. AI ആൻഡ് 5G ടാസ്ക്സ് ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്ന ഫസ്റ്റ് ടെലികോം നെറ്റ്വർക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് NVIDIയും അതേപോലെ സോഫ്റ്റ് ബാങ്കും കൂടിയിട്ട്. The companies have coined this network as an artificial intelligence radio access network. അപ്പോൾ ഈ കമ്പനീസ് പറയുന്നത് ഇതിൻ്റെ പേര്, ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റേഡിയോ ആക്സസ് നെറ്റ്വർക്ക്, AI-RAN എന്നാണ് ഇതിന് പറയുന്നത്. റെപ്രസെൻറ്റിങ് എ ന്യൂ എറ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ജെൻസൺ ഹുവാങ് ആണ് NVIDIയുടെ CEO ഓഫ് NVIDIA. ലാസ്റ്റ് പോയിൻ്റ് ആണത്. അപ്പോൾ അത് ജെൻസൺ ഹുവാങ് ആണ് CEO ഓഫ് NVIDIA. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിലയൻസ് ആൻഡ് ഡിസ്നി കംപ്ലീറ്റ് മെർജർ, ഫോം 70,352 crore rupees ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ റിലയൻസും ഡിസ്നിയും മെർജർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു 70,352 കോടി രൂപയുടെ ജോയിൻറ്റ് വെഞ്ചറാണ് ആയി തീർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. Reliance Industries has completed the merger of its media assets with the India business of a global media house Walt Disney to form a new joint venture worth 70,352 crore rupees.
The joint venture in which Reliance Industries has invested 11,500 crore rupees, that is $1.4 billion for its growth, will be headed by Nita Ambani as its chairperson, according to a joint statement. അപ്പോൾ നീത അംബാനി ആയിരിക്കും ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ എന്താ പറയുക ഹെഡ് നീത അംബാനി ആയിരിക്കും. Reliance Industries holds a 16.34% stake in joint venture. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 16.34% സ്റ്റേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. വൈൽ ഇറ്റ്സ് എ സ്റ്റെപ്പ് ഡൗൺ യൂണിറ്റ് വിയാകോം 18 ഹോൾഡ് 46.82% ആൻഡ് ഡിസ്നി ദ റെസ്റ്റ് 36.84%. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 16.34% സ്റ്റേക്കാണ് ഈ ജോയിൻറ്റ് വെഞ്ചറിൽ ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ എന്നല്ല, വയാകോം ഹോൾഡ് ചെയ്യുന്നത് 46.82% ആണ്, ഏറ്റവും കൂടുതലാണ്. വാൾട്ട് ഡിസ്നിയാണ് 36.84% ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ആ ജോയിൻറ്റ് വെഞ്ചറിനെ കുറിച്ച് അടുത്തതായിട്ട് പറയുന്നത്, ദ ജോയിൻറ്റ് വെഞ്ചർ വിൽ ബി വൺ ഓഫ് ദ ലാർജസ്റ്റ് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ വിത്ത് പ്രോ ഫോർമ combined revenue of approximately 26,000 crore rupees, that is $3.1 billion for the fiscal year ended March 2024. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RINL bags 3 prestigious gold awards at the International Convention on Quality Control Circles. അപ്പോൾ RINL ബാഗ് ചെയ്തിരിക്കുന്നത് 3 പ്രസ്റ്റീജിയസ് ഗോൾഡ് അവാർഡ്സ് ആണ് അറ്റ് ദ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ക്വാളിറ്റി കൺട്രോൾ സർക്കിൾസിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ക്വാളിറ്റി കൺട്രോൾ സർക്കിൾസ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ ശ്രീലങ്ക അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് of quality and productivity at Colombo, Sri Lanka in hybrid mode, in person and online from 11th to 14th November 2024. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CBDT launches campaign to inform taxpayers on undeclared foreign assets. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു ക്യാമ്പയിൻ ടു ഇൻഫോം ടാക്സ് പേയേഴ്സിനെ ഇൻഫോം ചെയ്യാൻ ഓൺ അൺഡിക്ലെയർഡ് ഫോറിൻ അസറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് CBDT ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെഡ് ഇറ്റ് ഹാസ് ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ ടു സെൻഡ് മെസ്സേജസ് ടു ടാക്സ് പേയേഴ്സ് ഹു ഹാവ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഹൈ വാല്യൂ ഫോറിൻ ഇൻകം ഓർ അസറ്റ്സ് ഇൻ ദെയർ ITRs ഫോർ അസസ്മെൻറ്റ് ഇയർ 2024-25. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് മെസ്സേജ് സെൻഡ് ചെയ്യുക ടാക്സ് പേയേഴ്സിന്. അവർ ഹൈ വാല്യൂ ഫോറിൻ ഇൻകം ഓർ അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹൈദരാബാദ് എയർപോർട്ട് വിൻസ് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഫോർ ഡിജിറ്റൽ ഇന്നോവേഷൻസ്. അപ്പോൾ ഹൈദരാബാദ് എയർപോർട്ട് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഫോർ ഡിജിറ്റൽ ഇന്നോവേഷൻസ് ജയിച്ചിരിക്കുകയാണ്. ഞാൻ പറയാം. ഹൈദരാബാദ് എയർപോർട്ടാണ് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഫോർ ഡിജിറ്റൽ ഇന്നോവേഷൻസ് നേടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. GMR Hyderabad International Airport Limited has received international acclaim for its advancements in digital innovation, securing accolades at the Airport Excellence Awards held during the Saudi Airport Exhibition 2024. The award ceremony took place on November 12th at the Riyadh International Convention and Exhibition Center. അപ്പോൾ നടന്നത് റിയാദ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. അപ്പോൾ GMR ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ് ഇൻ്റർനാഷണൽ അക്ലെയിം ഫോർ ഇറ്റ്സ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ഡിജിറ്റൽ ഇന്നോവേഷൻ കിട്ടിയിട്ടുള്ളത്. സെക്യൂറിംഗ് അക്വലൈറ്റ്സ് അറ്റ് ദ എയർപോർട്ട് എക്സലൻസ് അവാർഡ്സ് എന്നാണ് ഈ ഒരു ബഹുമതിയൊക്കെ ലഭിച്ചത്.
സെലിബ്രേറ്റഡ് ലീഡിംഗ് ഗ്ലോബൽ ഇന്നോവേഷൻസ് ഇൻ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിനാണ് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഫോർ ഡിജിറ്റൽ ഇന്നോവേഷൻസ് ജയിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ പ്രസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 16th നവംബറാണ്. നാഷണൽ പ്രസ് ഡേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. നാഷണൽ പ്രസ് ഡേ ഒബ്സർവ്ഡ് ഓൺ 16th നവംബർ മാർക്സ് ദ ഡേ ദ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ബിഗാൻ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ 1966. അപ്പോൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1966 16th നവംബറിനാണ്. അപ്പോൾ ആ ഒരു ഡേ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പ്രസ് ഡേ ആയിട്ട് 16th നവംബർ എല്ലാ വർഷവും ഒബ്സർവ് ചെയ്ത് വരുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി, ദ പ്രസ് കൗൺസിൽ ഓഫ് India's primary role is to ensure that the press maintains high standards of journalism while remaining free from external influences. The idea for the council was first proposed by the first Press Commission of India കമ്മീഷൻ ഇൻ 1956. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഫോർ ടോളറൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 16th നവംബറാണ്. അപ്പോൾ ഇൻ 1966 UN ജനറൽ അസംബ്ലി invited UN member states to observe the International Day for Tolerance on 16th November with activities directed towards both educational establishments and the wider public. Tolerance is much more than passively accepting the other. It brings obligations to act and must be taught, nurtured and defended. The theme for International Day of Tolerance is promoting respect and understanding worldwide. അതാണ് ഈ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ടോളറൻസിൻ്റെ തീം. പ്രൊമോട്ടിംഗ് റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് വേൾഡ് വൈഡ്. It aims to encourage dialogue, acceptance of differences and recognition of shared humanity that binds us all. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ടോളറൻസ് ആയിട്ട് 16th നവംബറാണ് ഒബ്സർവ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.